നമസ്കാരം. വി ലവ് സിനിമ ഈ എപ്പിസോഡിൽ നമ്മുടേതായ ഒരു പ്രവചനവുമായാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. 2023 200 ചിത്രങ്ങൾ റിലീസ് ചെയ്തു. 300 കോടിയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക്. 15 ചിത്രങ്ങൾ അതിൻ്റെ ചിലവ് മുതലാക്കി. 5 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി. ബാക്കി ചിത്രങ്ങളെല്ലാം നഷ്ടത്തിലാണ്. എങ്കിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. നായക പ്രാധാന്യമുള്ള ചിത്രങ്ങൾക്കൊപ്പം 2023 നായികമാർക്ക് പ്രാധാന്യമുള്ള ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച വർഷമായിരുന്നു 2023. നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ഇറങ്ങിയ വർഷമായിരുന്നു 2023. ഈ വർഷം 2023 സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നടിയാവാൻ സാധ്യതയുള്ള 5 നടിമാരുടെ പേര് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് വി ലവ് സിനിമയുടെ മാത്രം വിലയിരുത്തലാണ്. പക്ഷേ അവാർഡ് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായിട്ടാണെങ്കിൽ ഞങ്ങൾ പറയുന്ന ഈ 5 നടിമാരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും 2023 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുക. ആരാണ് അവരെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് 5 ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിനൊപ്പം കട്ടയ്ക്ക് അഭിനയിച്ച നായിക കഥാപാത്രം ഗംഭീരമാക്കിയ നടി അഞ്ജന ജയപ്രകാശ്. ഫഹദ് ഫാസിലിന്റെ കയ്യിൽ ഏത് വേഷവും ഭദ്രമാണ്. ആ ഫഹദ് ഫാസിലിന്റെ ഒപ്പം ഒരു പുതുമുഖ നടിയുടെ പരിഭ്രമമില്ലാതെ സ്ട്രേഞ്ചറിൽ തുടങ്ങി പിന്നീട് ഫ്രണ്ട്ഷിപ്പിലൂടെ അവസാനം നല്ല രീതിയിൽ രണ്ടുപേരും ചേർന്ന് ആ സിനിമയിലെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കി. ഒട്ടും പരിഭ്രമമില്ലാതെ, ഒരു പുതുമുഖ നടിയുടെ പരിഭ്രമമില്ലാതെ ഫഹദ് ഫാസിലിനോടൊപ്പം ആ വേഷം മികവുറ്റതാക്കിയ അഞ്ജന ജയപ്രകാശാണ് ടോപ്പ് 5 ലിസ്റ്റിൽ 5-ാം സ്ഥാനം. ടോപ്പ് 5 ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് രജിഷ വിജയൻ. കോസ്റ്റ്യൂമർ സ്റ്റെഫി സംവിധാനം ചെയ്ത മധുര മനോഹര മോഹം എന്ന ചിത്രത്തിലാണ് രജിഷ വിജയൻ തൻ്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയത്. ആദ്യ പകുതിയിൽ ഒരു നാടൻ പെൺകുട്ടി, പാവം പെൺകുട്ടി. പക്ഷേ ഇതിൻ്റെ നേരെ വിപരീതമായ ഒരു കഥാപാത്രമാണ് 2-ാം പകുതിയിൽ രജിഷ കൈകാര്യം ചെയ്തത്. തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാരെ പ്രേമിക്കുക, തൻ്റെ ആവശ്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം ഉപേക്ഷിക്കുക. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേപ്പ്. പല നല്ല കഥാപാത്രങ്ങളും ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള നടി കൂടിയാണ് രജിഷ വിജയൻ. അവരുടെ അഭിനയം ജൂണിലൂടെയും കീടത്തിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അതുകൂടാതെ ഒരുപാട് നിരൂപക പ്രശംസ പിടിച്ചുപറ്റ കഥാപാത്രങ്ങൾ ചെയ്ത നടി കൂടിയാണ് രജിഷ വിജയൻ. കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും അതീവ ശ്രദ്ധാലു. മധുര മനോഹര മോഹം എന്ന സിനിമയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രജിഷ വിജയനാണ് ടോപ്പ് 5 ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത്. ടോപ്പ് 5 ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാതൽ എന്ന ചിത്രത്തിൽ ഓമന എന്ന കഥാപാത്രത്തെ മികവുറ്റതാക്കിയ തമിഴ് നടി ജ്യോതികയാണ്. ഈ കഥാപാത്രം
അവർ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നോവ് സമ്മാനിച്ചാണ് ആ കഥാപാത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിന് കാരണം ഒന്ന് മാത്രം, അവരുടെ വർഷങ്ങളായുള്ള സിനിമയിലെ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കഥാപാത്രത്തെ മികവുറ്റതാക്കാനുള്ള പ്രധാന കാരണം. കാതൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ മൗനത്തിൽ പോലും ഒളിച്ചിരിക്കുന്ന നിഗൂഢതകളും അതീവ രഹസ്യങ്ങളും പ്രേക്ഷകന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്യോതികയുടെ മുഖഭാവങ്ങളിലെ വ്യതിയാനങ്ങളിലൂടെയാണ്. അതുമാത്രമല്ല, അവസാനം അവർ റിവീൽ ചെയ്യുന്ന തൻ്റെ ഭർത്താവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലെ ആ ഒരൊറ്റ ഡയലോഗ് മാത്രം മതി ആ നായികയുടെ ടാലന്റ് മനസ്സിലാക്കാൻ. ടോപ്പ് 5 ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നടി ജ്യോതിക. മികച്ച നടിക്കുള്ള ഞങ്ങളുടെ സാധ്യതാ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് നടി അനശ്വര രാജൻ. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ ടീനേജ് കുട്ടികളോടൊപ്പം അഭിനയിച്ച് എല്ലാ പ്രേക്ഷകരുടെയും ഹരമായി മാറി സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിൽ നായികയായി മലയാള സിനിമയിൽ 1-ാം സ്ഥാനത്തെത്തിയ നായികാ നടി അനശ്വര രാജൻ. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായ നേര് എന്ന ചിത്രത്തിൽ പീഡനത്തിനിരയായ അന്ധയായ സാറ എന്ന കഥാപാത്രത്തെയാണ് അനശ്വര രാജൻ മികവുറ്റതാക്കിയത്. സിദ്ദിഖ് അവതരിപ്പിച്ച അതിക്രൂരനായ വക്കീലിന്റെ മുൻപിൽ തന്നെ പീഡനത്തിനിരയാക്കിയ ചെറുപ്പക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന വളരെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകന് സമ്മാനിച്ചുകൊണ്ട് ആ വേഷം അനശ്വര രാജൻ മികവുറ്റതാക്കി. ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അന്ധയായ സാറ എന്ന കഥാപാത്രത്തെ അനശ്വര രാജൻ അവതരിപ്പിക്കുമ്പോൾ ഒറ്റ ഷോട്ടിൽ പോലും അനശ്വര രാജനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ മുഖഭാവവും അവരുടെ അംഗചലനങ്ങളും ആ പ്രതിയെ കണ്ടുപിടിക്കാനുള്ള അഭിനയ മുഹൂർത്തങ്ങളിലെല്ലാം നോക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് സാറ എന്ന കഥാപാത്രം മാത്രം. അത്രയ്ക്കും ആ കഥാപാത്രത്തെ അനശ്വര രാജൻ മികവുറ്റതാക്കി. അവാർഡ് നിർണയം സുതാര്യമാണെങ്കിൽ ജൂറി അംഗങ്ങൾക്ക് അനശ്വര രാജൻ ചെയ്ത ഈ കഥാപാത്രത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അനശ്വര രാജനായിരിക്കും ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുക. ഞങ്ങൾ കൽപ്പിക്കുന്ന സാധ്യതാ ലിസ്റ്റിൽ ടോപ്പ് 5 ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് നടി അനശ്വര രാജൻ. ടോപ്പ് 5 ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ. രണ്ടായിരത്തി 2017 ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം. 2020 സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ നായിക. ഈ ചിത്രത്തിൽ ഒപ്പം സുരേഷ് ഗോപിയും ശോഭനയും ഉർവശിയും അഭിനയിച്ചു. ഇതിൽ നികിത എന്ന കഥാപാത്രമായാണ് ദുൽഖറിന്റെ നായികയായി കല്യാണി പ്രിയദർശൻ അഭിനയിച്ചത്. ഈ നടി സിനിമയിലെത്തിയപ്പോൾ എല്ലാവരും വിധിയെഴുതി, ഒരു സെലിബ്രിറ്റിയുടെ മകൾ കൂടി നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കും. അത് മാറ്റി എഴുതിയത് കോവിഡ് സമയത്ത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ബ്രോഡാഡിയിൽ പൃഥ്വിരാജിന്റെ നായികയായി കല്യാണി പ്രിയദർശൻ മികച്ച അഭിനയം കാഴ്ചവെച്ചപ്പോഴാണ് ഒരു സെലിബ്രിറ്റിയുടെ മകളായി മാത്രമല്ല താൻ സിനിമയിലെത്തിയെന്നത് അവർ തെളിയിച്ചത്. തുടർന്ന് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിന്റെ നായികയായി ഗംഭീര പെർഫോമൻസ് ആണ് കല്യാണി പ്രിയദർശൻ കാഴ്ചവെച്ചത്. കല്യാണി പ്രിയദർശന്റെ പേര് 1-ാം സ്ഥാനത്ത് ഞങ്ങൾ പറയാൻ കാരണം അവരുടെ മുൻപ് പറഞ്ഞു പോയ സിനിമകളല്ല, ഈ അടുത്ത് റിലീസ് ചെയ്ത ടൈറ്റിൽ കഥാപാത്രത്തെ ഭംഗിയായി അവതരിപ്പിച്ച ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ആ സിനിമയിലെ കഥാപാത്രം മാത്രം മതി ജൂറിക്ക് അവരുടെ അഭിനയത്തെ തള്ളിക്കളയാതിരിക്കാൻ. സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ കല്യാണി പ്രിയദർശൻ
അവതരിപ്പിച്ച ആ ടൈറ്റിൽ കഥാപാത്രം തങ്ങി നിൽക്കും. കാരണം സിനിമയിലെ കഥാപാത്രത്തിന്റെ കാമ്പ് മനസ്സിലാക്കി, അതിനൊരുപാട് ഹോംവർക്ക് ചെയ്ത്, ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അതിന്റെ ചെറിയ ചലനവും ഭാവവും വരെ വളരെ വ്യത്യസ്തമായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റുവാൻ ഈ നടിക്ക് കഴിഞ്ഞു ആ കഥാപാത്രത്തിലൂടെ. ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച കഥാപാത്രം മലപ്പുറത്തുള്ളൊരു വായാടി പെൺകുട്ടി, എപ്പോഴും വാതുറന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ ജീവിതാഭിലാഷം കേരള ISL പോലുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ ഒരു കമന്റേറ്റർ ആവുക എന്നതാണ്. ആ ജീവിതാഭിലാഷത്തിലേക്ക് അവർ എത്തപ്പെടുന്നു. അതിലേക്ക് എത്തപ്പെടാൻ അവർ പെടുന്ന പാടുകൾ, ആ സമയത്ത് അവരുടെ അഭിനയ മുഹൂർത്തം, ഓരോ ചലനവും ഭാവവും എല്ലാം, എങ്കിലും അതൊക്കെ അതീവ തരത്തിൽ ഭദ്രമായിരുന്നു ആ കൈകളിൽ. അത്ര മനോഹരമായാണ് ഈ കഥാപാത്രത്തെ കല്യാണി പ്രിയദർശൻ അനശ്വരമാക്കിയത്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ നിറഞ്ഞാടുമ്പോൾ അവരുടെ അഭിനയ മികവിനെ ജൂറി അംഗങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ടോപ്പ് 5 ലിസ്റ്റിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശന്റെ പേര് നിർദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.